രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഭാവി കണക്കുകൂട്ടി മുന്നേറുകയാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം. ഒപ്പത്തിനൊപ്പം വിജയപ്രതീക്ഷ പുലർത്തിയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. വോട്ടർമാർ വികസനവും ആദിവാസി പ്രശ്നങ്ങളും കാർഷിക വിഷയങ്ങളും ചർച്ചയാക്കുന്നു. മുണ്ടേരി, ചേലോറ, എടക്കാട്, എളയാവൂർ പഞ്ചായത്തുകളും പഴയ നഗരസഭയിലെ വാർഡുകളും ചേർന്നതാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിലെ കടന്നപ്പള്ളി രാമചന്ദ്രനെതിരെ UDFിലെ AP അബ്ദുള്ളക്കുട്ടി നേടിയ ഭൂരിപക്ഷം 6443. ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ, റിബലുകൾ എല്ലാം ചേർന്നുകൊണ്ടുള്ള പല പല വിഷയങ്ങളും വന്നപ്പോൾ സ്വാഭാവികമായും ആ വോട്ടുകൾ ഡിവൈഡ് ചെയ്തു പോയി എന്നല്ലാതെ UDFിന് അനുകൂലമായ വോട്ട്, കോൺഗ്രസിൻ്റെതായ കുടുംബങ്ങളുടെ വോട്ട്, അതിലൊന്നും തന്നെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കാരണവശാലും അതിനകത്ത് ഭിന്നിപ്പ് വരാൻ ഇടയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം UDFിന്റെ ഭൂരിപക്ഷം നേർപകുതിയായി മാറുന്ന കാഴ്ചയാണ് അബ്ദുള്ളക്കുട്ടിയുടെ വിജയത്തിലും കണ്ണൂരിന് കാണാനായത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടെ കണ്ണൂരിന്റെ ചരിത്രം മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ UDF കോട്ട തകർത്തുവെന്ന് വിലയിരുത്താനാവും വിധത്തിൽ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് UDFിനുള്ളത്. നിലവിലുള്ള കണ്ണൂരിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അനുകൂലമല്ല. UDFിന്റെ അഴിമതി, അതുപോലെ തന്നെ സാമുദായിക വർഗീയ പ്രീണനങ്ങൾ, മറ്റ് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ, ഇതെല്ലാം തന്നെ ജനങ്ങളെ തിരിച്ചറിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിൽ BJP വോട്ടുകൾ നിർണായകമല്ലെങ്കിലും കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10,489 വോട്ടുകൾ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, അഴിമതി, വർഗീയത, വിലക്കയറ്റം, അതുപോലെ തന്നെ മണ്ഡലത്തിന്റെ വികസനം, ഇതൊക്കെ അണുകിട കീറി ചർച്ച ചെയ്യുന്നവരാണ് കണ്ണൂരിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവയുടെയൊക്കെ ആകെ തുകയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലവും.